10 ഇഞ്ചിൻ്റെ സബ് വൂഫർ എന്ന് പറയുന്നത്. ഇത് ഫാർടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. മോഡൽ നമ്പർ വന്നിരിക്കുന്നത് FT1000 എന്നാണ്. 10 ഇഞ്ച് സബ് വൂഫർ. പിന്നെ ഇതിൻ്റെ വാട്ട്സ് അവർ പറഞ്ഞിരിക്കുന്നത് RMSൽ 250 വാട്ട്സാണ് പറഞ്ഞിരിക്കുന്നത്. പീക്കിൽ 1000 വാട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസും പറഞ്ഞിട്ടുണ്ട്. 40 ഹെർട്സ് മുതൽ 1600 ഹെർട്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ ഒരു മിഡ് പാസ് വൂഫറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. 40 ഹെർട്സിൽ കട്ട് ഓഫ് ഇട്ടിട്ട് നമുക്കൊരു മിഡ് പാസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ 60 ഹെർട്സിൽ കട്ട് ഓഫ് ഇട്ടിട്ട് മിഡ് പാസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 1600 ഹെർട്സിൽ കട്ട് ഓഫ് വരണം. പിന്നെ ഇതിൻ്റെ ഇംപെഡൻസ് വരുന്നത് 4 ohms ആണ് വരുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് നമുക്ക് സിനിമയ്ക്കൊന്നും അത്ര ഡീപ്പായിട്ടുള്ള ബേസ് ഇത് എടുക്കത്തില്ല. ലോ ബേസിലേക്ക് ഇത് പോകത്തില്ല. 40 ഹെർട്സ് ആയതുകൊണ്ട് സിനിമയ്ക്കൊന്നും അത്ര എഫക്റ്റൊന്നും ഇതൊന്നും കിട്ടത്തില്ല. പക്ഷേ മ്യൂസിക്കിന് ഇത് ബെസ്റ്റായിട്ടുള്ളൊരു സബ് വൂഫറാണിത്. ഇത് നമുക്ക് കൂടുതൽ ഇത് കാർ ഓഡിയോ സിസ്റ്റത്തിലേക്കാണ് ഇതിൻ്റെ ഈ സബ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഹോം യൂസിന് അത്ര പോരാ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. മാന്യമായിട്ടുള്ളൊരു ഫ്രീക്വൻസി ഇത് കാണിക്കുന്നുണ്ട്, റെസ്പോൺസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് സിംഗിൾ മാഗ്നറ്റാണ്, ഡബിൾ മാഗ്നറ്റ് അല്ല. ഉണ്ടല്ലേ, സിംഗിൾ മാഗ്നറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ കോണിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് ഇത്തിരി ഹാർഡായിട്ടുള്ളൊരു സറൗണ്ട് ഫോമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു റബ്ബർ സറൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇത്തിരി ഹാർഡാണ്. ഇത് സോഫ്റ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് മൂവി ഒരു 40 ഹെർട്സിന് താഴോട്ട് ഒരു 20 ഹെർട്സ് വരെയൊക്കെ എടുക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കോൺ വന്നിരിക്കുന്നത് ഇതൊരു പേപ്പർ കോണാണ് വന്നിരിക്കുന്നത്. പോളിപ്രൊപ്പൈനൊന്നും അല്ല വന്നിരിക്കുന്നത്. പിന്നെ നല്ല രീതിക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിലയ്ക്ക് ഇത് അത്യാവശ്യം മീഡിയം ക്വാളിറ്റി ഉള്ളൊരു സബ് വൂഫർ തന്നെയാണ്. ഈ ഒരു വിലയ്ക്കെന്ന് പറഞ്ഞാൽ ഇതൊരു വിലയല്ല. ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡഡ് സബ് വൂഫറുകൾക്ക് ലക്ഷങ്ങൾ വരെ വിലയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 1000 രൂപ എന്ന് പറഞ്ഞത് ഒരു നിസ്സാരമാണ്, വെറും നിസ്സാരമാണ്. അതിനുള്ള വർക്കിംഗ് ഇതിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെയുള്ള വൂഫറുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള സബ് വൂഫറുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലും ഇതുപോലെ മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് വേറൊരു വീഡിയോ കാണാം. ബൈ.